السلام عليكم ورحمة الله. بسم الله الرحمن الرحيم. الحمد لله رب العالمين، حمدا يوافي نعمه ويكافئ مزيده، وأفضل الصلاة وأتم السلام على سيدنا محمد أفضل المرسلين وعلى آله وأصحابه أجمعين والتابعين ومن تبعهم بإحسان إلى يوم الدين. പ്രിയമുള്ള സഹോദരങ്ങളെ, പരിശുദ്ധ റമദാനിലെ ഒടുവിലെ 10 ഓരോ ദിവസങ്ങളും കൊഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്നു. ഇനി കുറച്ച് ദിവസങ്ങൾ മാത്രമേ നമ്മുടെ മുമ്പിലുള്ളൂ. നമ്മുടെ പാപങ്ങൾ പൊറുപ്പിക്കാനുള്ള സുവർണാവസരമാണ്. അത് എല്ലാവരും ഉപയോഗപ്പെടുത്തുക. നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മഗ്ഫിറത്തിനെ പറ്റിയാണ്. ആ മഗ്ഫിറത്ത് സാലിഹായ അമലുകളെ കൊണ്ട് നേടിയെടുക്കാൻ കഴിയും. ചെറുദോഷങ്ങളൊക്കെ അതുകൊണ്ട് പൊറുക്കപ്പെടും എന്ന് നമ്മൾ പറഞ്ഞു. അതുപോലെ ഒരു അമലാണ് നോമ്പ്. റമദാനിലെ നോമ്പ് അത് അതിൻ്റെ മുറ പോലെ ചെയ്താൽ അത് സ്വീകരിക്കപ്പെടുകയാണെങ്കിൽ അത് കാരണമായി മുൻകഴിഞ്ഞു പോയ ദോഷങ്ങളൊക്കെ പൊറുക്കപ്പെടും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ച ഹദീസിൽ കാണാം, മൻ സാമ റമദാന ഈമാനൻ വഹ്തിസാബ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി. വല്ലവനും റമദാനിൽ നോമ്പെടുത്താൽ ഈമാനോടുകൂടെയും അതുപോലെ റബ്ബിൻ്റെ വക്കന്ന് കൂലി കിട്ടണമെന്ന് ആഗ്രഹത്തോടുകൂടി ഒരാൾ നോമ്പെടുത്താൽ അവൻ്റെ ദോഷങ്ങളും മുൻകഴിഞ്ഞ ദോഷങ്ങളൊക്കെ പൊറുക്കപ്പെടും. അതിനെന്ത് വേണം? നമ്മുടെ നോമ്പ് സ്വീകരിക്കപ്പെടണം. എന്താണ് നമ്മുടെ നോമ്പിൻ്റെ അവസ്ഥ എന്ന് ഒരു ഉറപ്പും നമുക്ക് ലഭിച്ചിട്ടില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ നോമ്പെല്ലാം പൊരുത്തപ്പെട്ട രീതിയിലാക്കി തെരുമാറാവട്ടെ. ഒരുപാട് കാര്യങ്ങൾ റമദാൻ നോമ്പ് സ്വീകരിക്കപ്പെടണമെങ്കിൽ നമ്മൾ പാലിക്കേണ്ടതുണ്ട്. പലതും നമ്മൾ കഴിഞ്ഞ വോയിസുകളൊക്കെ പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ നാവ് സൂക്ഷിക്കണം. കുറ്റകരമായ വാക്കുകളും പ്രവൃത്തികളിൽ നിന്നും നമ്മൾ ഒഴിഞ്ഞു നിൽക്കണം. വെറും അന്നപാനീയങ്ങൾ ഒഴിവാക്കിയതുകൊണ്ട് മാത്രം നോമ്പാവില്ല, യഥാർത്ഥ നോമ്പാവില്ല. എല്ലാ അവയവങ്ങളും നോമ്പെടുക്കണം. അപ്പോഴേ യഥാർത്ഥ നോമ്പാകുള്ളൂ. ഇത്തരത്തിലുള്ള നോമ്പ് നമുക്ക് ലഭിച്ചിട്ടുണ്ടോ? അങ്ങനത്തെ നോമ്പാണോ നമ്മൾ എടുക്കുന്നത് എന്ന് നമ്മൾ ഓരോരുത്തരും ഒന്ന് വിലയിരുത്തുന്നത് നന്നായിരിക്കും. അതുപോലെ മറ്റൊരു സ്ഥലത്ത് അള്ളാഹിൻ്റെ റസൂല് പറഞ്ഞതായിട്ട് കാണാം, മൻ ഖാമ റമദാന ഈമാനൻ വഹ്തിസാബ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി. വല്ലവൻ റമദാൻ മാസത്തിൽ നിസ്കരിച്ചാൽ, റമദാൻ മാസത്തിൽ തറാവീഹ് അടക്കമുള്ള സുന്നത്ത് നിസ്കാരങ്ങൾ അതാരെങ്കിലും നിർവഹിച്ചാൽ ഈമാനൻ വഹ്തിസാബ, ഈമാനോടുകൂടെയും കൂലി തേടിക്കൊണ്ടും, എന്നാൽ അവൻ്റെ മുൻകഴിഞ്ഞ ദോഷങ്ങളൊക്കെ പൊറുക്കപ്പെടും. ഇങ്ങനെ ഒരുപാട് ഹദീസുകൾ അത് സംബന്ധിയായിട്ടുണ്ട്. സാലിഹായ അമലുകളെ കൊണ്ട് ദോഷം പൊറുപ്പിക്കപ്പെടുമെന്നുള്ളത്. അഞ്ചു നേരത്തെ നിസ്കാരങ്ങൾ, വെള്ളിയാഴ്ച ജുമുഅ നിസ്കാരം അടുത്ത ജുമുഅ വരെ, അതുപോലെ ഒരു റമദാൻ മറ്റേ റമദാൻ വരെ, കഫാറത്തുൽ ലിമാ ബൈനഹുന്ന, അതിൻ്റെ ഇടയിലുള്ള എല്ലാ ദോഷങ്ങളും പുറത്തു കൊടുക്കും. ഇദജ്തുനിബത്തിൽ കബായിർ,
വൻദോഷങ്ങൾ ഒഴിവാക്കപ്പെട്ടാൽ എന്ന് ഒരു ഹദീസിൽ കാണാം. അങ്ങനെ ഒരുപാട് വിഷയങ്ങളുമായി ബന്ധപ്പെടുത്തി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മഗ്ഫിറത്തിനെ വെച്ചിട്ടുണ്ട്. അതിനെല്ലാം നമ്മൾ ചെയ്യുന്ന അമലുകളൊക്കെ സാലിഹായി തീരണം. അത് സാലിഹായിട്ടുണ്ടോ ഇല്ലേ, സ്വീകരിക്കപ്പെട്ടിട്ടുണ്ടോ ഇല്ലേ എന്ന് നമുക്കൊരു ഉറപ്പുമില്ലാത്തത് കൊണ്ട് തന്നെ എല്ലാ ദോഷങ്ങളെ തൊട്ടും നമ്മൾ പൊറുക്കലിനെ തേടണം. നമ്മൾ തൗബ ചെയ്ത് മടങ്ങണം. ഇനി നമുക്ക് തൗബയിലേക്ക് പ്രവേശിക്കാം. വൻദോഷങ്ങൾ ചെയ്താൽ അതിന് തൗബയല്ലാതെ വേറെ മാർഗങ്ങളൊന്നുമില്ല. ഈ പൊറുക്കപ്പെടും എന്നൊക്കെ പറഞ്ഞത് ചെറുദോഷങ്ങളാണ്. വൻദോഷങ്ങൾ പൊറുക്കപ്പെടണമെങ്കിൽ അതിന് തൗബ ആവശ്യമാണ്. എങ്ങനത്തെ തൗബ? ഖാലിസായ തൗബ. ഖാലിസായ തൗബ ആവശ്യമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞില്ലേ, യാ അയ്യുഹല്ലദീന ആമനൂ തൂബൂ ഇലല്ലാഹി തൗബതൻ നസൂഹാ. ഓ സത്യവിശ്വാസികളെ, നിങ്ങൾ അള്ളാഹുവിലേക്ക് നസൂഹായ തൗബ ചെയ്ത് മടങ്ങുക. നസൂഹായ തൗബ എന്ന് പറഞ്ഞാൽ അതാണ് ഖാലിസായ തൗബ, ഇഖ്ലാസുള്ള തൗബ, ആത്മാർത്ഥതയുള്ള തൗബ. ഉള്ളിൽ മനസ്സിൻ്റെ ഉള്ളിൽ മറ്റൊന്ന് വെച്ച് പുറത്ത് കാണിക്കുന്ന തൗബല്ല, ഉള്ളും പുറവും ഒരുപോലെയുള്ള തൗബ. മനസ്സിൻ്റെ ഉള്ളിൽ ഖേദം പ്രകടിപ്പിച്ചുകൊണ്ടുള്ള തൗബ. എന്നാ അസാ റബ്ബുക്കും അൻ യുകഫിറ അൻകും സയ്യിആതിക്കും. നിങ്ങളുടെ തെറ്റുകുറ്റങ്ങളൊക്കെ അല്ലാഹു തആല നിങ്ങളെ തൊട്ട് പുറപ്പിച്ചു തരും, പുറത്തു തരും. വയുദ്ഖിലക്കും ജന്നാത്തിൻ തജ്രി. നിങ്ങൾ അല്ലാഹു തആല സ്വർഗത്ത് കടത്തും. സ്വർഗങ്ങളിൽ തജ്രി മിൻ തഹ്തിഹൽ അൻഹാർ, അതിൻ്റെ താഴ്ഭാഗത്തിലൂടെ നദികൾ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനത്തെ സ്വർഗങ്ങളിൽ അല്ലാഹു തആല നിങ്ങളെ പ്രവേശിപ്പിക്കുകയും ചെയ്യുമെന്ന് അല്ലാഹു പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞു. എത്രത്തോളം അല്ലാഹു സുബ്ഹാനഹു വ തആല തൗബയുടെ കാര്യം ഒരുപാട് സ്ഥലത്ത് നമ്മെ ഉണർത്തിയിട്ടുണ്ട്. ഏതെങ്കിലും തെറ്റുകുറ്റങ്ങളെ തൊട്ട് അത് ചെയ്യരുത്, ഇത് ചെയ്യരുത് എന്നൊക്കെ അല്ലാഹു തആല നിരോധിച്ചതിന് ശേഷം അവിടെയൊക്കെ നമുക്ക് കാണാം അല്ലാഹു തആല തൗബയെ ഓർമ്മപ്പെടുത്തുന്നത്. തൗബ ചെയ്തവരൊഴികെ ഇല്ലാ മൻ താബ വ ആമന വ അമില അമലൻ സാലിഹ എന്നൊക്കെ പറഞ്ഞിട്ട് അതിന് ശേഷം തൗബ ചെയ്തവരൊഴികെ അവർക്ക് നരകമില്ല, നരകത്ത് കിടക്കേണ്ട ആവശ്യം വരില്ല എന്ന് പറഞ്ഞ് ഇങ്ങനെ ഓരോ തെറ്റുകുറ്റങ്ങൾ ചെയ്തതിനെ പറ്റി പ്രതിപാദിക്കുന്ന ആ സ്ഥലത്തെല്ലാം അല്ലാഹു തആല തൗബയെ പറ്റി ഓർമ്മപ്പെടുത്തിയതായിട്ട് കാണാം. അതുപോലെ തന്നെ വേറെ സ്ഥലത്ത് കാണാം, തൂബൂ ഇലല്ലാഹി ജമീഅൻ അയ്യുഹൽ മുഅ്മിനൂൻ ലഅല്ലക്കും തുഫ്ലിഹൂൻ. ഓ മുഅ്മിനീങ്ങളെ, നിങ്ങൾ അള്ളാഹുവിലേക്ക് തൗബ ചെയ്ത് മടങ്ങുക, നിങ്ങൾ വിജയികളാകാൻ വേണ്ടി. ഈ തൗബ എന്താണ്? വൻദോഷങ്ങൾ തൊട്ട് തൗബ ചെയ്യുന്ന ഒരു ഉദാഹരണം ഞാൻ പറയാം. വൻദോഷത്തിൽപ്പെട്ട ഒരു കാര്യമാണ് ഒരു നിസ്കാരം ഖളാ ആക്കുക കാരണമില്ലാതെ എന്നുള്ളത്. 5 നേരത്തെ നിസ്കാരത്തിൽപ്പെട്ട ഒരൊറ്റ നിസ്കാരം അത് കാരണമില്ലാതെ, അതായത് മതം അംഗീകരിക്കുന്ന കാരണമില്ലാതെ ഖളാ ആക്കൽ, അത് വൻദോഷത്തിൽപ്പെട്ടതാണ്. അത് പൊറുപ്പിക്കണമെങ്കിൽ തൗബ ചെയ്താലേ അള്ളാഹു പുറത്തുതരുള്ളൂ. ഖളാ വീട്ടിയില്ലേ, ഖളാ വീട്ടിയതുകൊണ്ട് അത് പൊറുപ്പിക്കലാവില്ല, ആ കുറ്റത്തൊന്നും വീഴ്ചയിലാവില്ല. അത് നമ്മളെ ബാധ്യത വീട്ടലാണ്. ഖളാ വീട്ടുക എന്നുള്ളത്, ഖളാ വീട്ടണം. അതോടൊപ്പം എന്ത് വേണം? തൗബ ചെയ്യും വേണം. എങ്ങനെയുള്ള തൗബ? തൗബൻ്റെ നിബന്ധന എന്താണ്? തൗബക്ക് ഒരുപാട് ഷർത്തുകളുണ്ട്. അതിൽപ്പെട്ട ഷർത്താണ് ഉത്തുലുബ് മതാബൻ ബിന്നദാമതി മുഖ്ലിഅ വബിഅസ്മി തർക്കി ദംബി
ഫീമസ്തഖ്ബലാ. ബഹുമാനപ്പെട്ട സൈനുദ്ദീൻ മഖ്ദൂം അവിടുത്തെ കിതാബുൽ അദ്കിയയിൽ നമ്മെ ഓർമ്മപ്പെടുത്തിയതാണ്. നിങ്ങൾ തൗബ തേടുക, തൗബയെ നിങ്ങൾ അന്വേഷിക്കുക. എങ്ങനെ? ബിന്നദാമത്തി, ഖേദം വരണം. ചെയ്തു പോയ തെറ്റിൽ ഖേദം വേണം. റബ്ബേ, എൻ്റെ വക്കന്ന് ഒരു നിസ്കാരം ഖളായി പോയിട്ടുണ്ട്. റബ്ബേ, എനിക്ക് അങ്ങേയറ്റം ഖേദമുണ്ട് എന്ന് ഖേദത്തോടു കൂടി തൗബ ചെയ്യുക. ഖേദമുണ്ടാകുക എന്നുള്ളത് അതൊരു നിബന്ധനയാണ്. പിന്നെ മറ്റൊന്ന് മുഖലി, ആ ചെയ്തുകൊണ്ടിരുന്ന തെറ്റിൽ നിന്ന് നമ്മൾ വിരമിക്കണം. തെറ്റ് ചെയ്തുകൊണ്ടേ ഇരുന്നു കൊണ്ട് തൗബ ചെയ്തിട്ട് കാര്യമില്ല. അതിൽ നിന്ന് അതാണ് നമ്മൾ നിർത്തണ പരിപാടി. നിസ്കാരം ഖളാക്കുക എന്നുള്ള ആ കാര്യം നമ്മൾ തന്നെ വേണം. എന്നിട്ട് തൗബ ചെയ്യണം. അത് രണ്ടാമത്തെ നിബന്ധനയാണ്. മൂന്നാമത്തെ നിബന്ധന ഒബി അസ്മി തർക്കി ദംബി ഫീമസ്തഖ്ബലാ. ഏത് കുറ്റത്തിനെ തൊട്ടാണോ തൗബ ചെയ്യണമെന്ന് ആ തെറ്റിനെ ഇനി ഭാവിയിൽ ഞാൻ ആവർത്തിക്കില്ല എന്ന ദൃഢനിശ്ചയം. ഭാവിയിൽ ഇനി അത് ആവർത്തിക്കില്ല എന്ന ദൃഢനിശ്ചയത്തോടു കൂടിയായിരിക്കണം. ഈ മൂന്ന് നിബന്ധന അള്ളാഹുവും അവൻ്റെ അടിമയും തമ്മിലുള്ള പടപ്പുകളായിട്ട് ബന്ധമില്ലാത്ത തെറ്റുകുറ്റങ്ങളിൽ ഈ മൂന്ന് നിബന്ധന പാലിക്കപ്പെടേണ്ടത് അത്യാവശ്യമാണ്. അങ്ങനെ ഉള്ള തൗബയാവുമ്പോഴേ അത് തൗബത്തുൻ നസൂഹ എന്ന് പറഞ്ഞ ആ തൗബയാവുകയുള്ളൂ. ഇൻഷാ അല്ലാഹ് ഇതിൻ്റെ ബാക്കി ഭാഗം നമുക്ക് അടുത്ത വോയിസിൽ പറയാം. അള്ളാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകുമാറാകട്ടെ. ഈ പറഞ്ഞതിനെയും കേട്ടതിനെയും ഒരു സാലിഹായ അമലായി അള്ളാഹു കബൂലാക്കട്ടെ. റഹ്മാനായ റബ്ബെ, ഞങ്ങളിൽ നിന്ന് വന്നുപോയ എല്ലാ തെറ്റുകുറ്റങ്ങളും ചെറുതും വലുതുമായ എല്ലാ ദോഷങ്ങളും നീ വിട്ടുപുറത്ത് മാഫാക്കണേ അല്ലാ. റബ്ബേ, നിന്നിലേക്ക് ഖേദിച്ച് മടങ്ങാൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യമാണല്ലോ അല്ലാ. റബ്ബേ, നീ ഞങ്ങളെ ഖായിബാക്കല്ല അല്ലാ. നീ ഞങ്ങളെ തട്ടിക്കളയല്ല അല്ലാ. നീ സ്വീകരിക്കണേ അല്ലാ. നീ സ്വീകരിക്കണേ അല്ലാ. നീ റമദാനോടുകൂടി ഞങ്ങളെ ശുദ്ധീകരിക്കണേ അല്ലാ. റബ്ബേ, ശാരീരികമായും മാനസികമായും എല്ലാം ഞങ്ങളെ നീ ശുദ്ധീകരിക്കണേ അല്ലാ. റഹ്മാനായ റബ്ബേ, ഞങ്ങൾക്കും ഞങ്ങളുടെ കുടുംബത്തിൽ ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന എല്ലാവർക്കും ആഫിയത്തുള്ള ദീർഘായുസ് നിന്റെ പൊരുത്തത്തിലായി നൽകണേ അല്ലാ. അവർക്കും ഞങ്ങൾക്കും മരണം ഹൈറാകുന്ന സമയത്ത് കലിമ ചൊല്ലി മരിക്കാനുള്ള സൗഭാഗ്യം നൽകണേ അല്ലാ. റഹ്മാനായ റബ്ബേ, ഗൾഫ് മേഖലയിലുള്ള എല്ലാ ഭീഷണികളും നീ ഉയർത്തിക്കളയണേ അല്ലാ. എല്ലാ പ്രതിസന്ധികളും നീക്കണേ അല്ലാ. റഹ്മാനായ റബ്ബേ, സമാധാനവും സുരക്ഷയും റബ്ബേ ഈ നാടുകൾക്കൊക്കെ നീ വർദ്ധിപ്പിക്കണേ അല്ലാ. എല്ലാ രാജ്യങ്ങളെയും പ്രത്യേകിച്ച് പ്രവാസ ലോകത്തെയും റബ്ബേ നീ എല്ലാ ആഫത്ത് മുസീബത്തുകൾ തൊട്ടും കാക്കണേ അല്ലാ. റഹ്മാനായ റബ്ബേ, ഞങ്ങൾക്കും ഞങ്ങളോട് ബന്ധപ്പെട്ട പലർക്കും പലവിധ അസുഖങ്ങളുണ്ട് റബ്ബേ. നീ സുഖപ്പെടുത്തണേ അല്ലാ. നീ സുഖപ്പെടുത്തണേ അല്ലാ. ആശുപത്രിയിലുള്ളവരുണ്ട് റബ്ബേ, ആഫിയത്തോടു കൂടി മോചനം നൽകണേ അല്ലാ. റഹ്മാനായ റബ്ബേ, ഒരുപാട് ആളുകൾ പല പ്രതിസന്ധിയിലുമുണ്ട്, തടവിലുള്ളവരുണ്ട് റബ്ബേ. എല്ലാവർക്കും നീ മോചനം നൽകണേ അല്ലാ. നീ മോചനം നൽകണേ അല്ലാ. റഹ്മാനായ റബ്ബേ, എല്ലാ മുഅ്മിനീങ്ങൾക്കും മുഅ്മിനാത്തിനും പൊറുക്കണേ അല്ലാ. ഈ മാസം അനുകൂലമായി സാക്ഷി നിൽക്കുന്ന വിഭാഗത്തിൽ ഞങ്ങളെയും ബന്ധപ്പെട്ട എല്ലാവരും ഉൾപ്പെടുത്തണേ അല്ലാ. ലൈലത്തുൽ ഖദ്റിൻ്റെ എല്ലാ ഖൈറാത്തുകളും ഞങ്ങൾക്ക് നീ നൽകണേ അല്ലാ. റബ്ബേ, ലൈലത്തുൽ ഖദ്ർ നഷ്ടപ്പെട്ടാൽ പിന്നെ ഞങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? ഒരു രക്ഷയുള്ളത് റബ്ബേ. റബ്ബേ, ഞങ്ങൾ പരാജിതരിൽപ്പെട്ടു പോകും റബ്ബേ. അതുകൊണ്ട് ഞങ്ങളെ ലൈലത്തുൽ ഖദ്റിൻ്റെ എല്ലാ ഖൈറാത്തും ഞങ്ങൾക്ക് നീ നൽകണേ അല്ലാ. അതിനുള്ള തൗഫീഖ് നീ ഞങ്ങൾക്ക് നൽകണേ അല്ലാ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വസല്ലല്ലാഹു വസല്ലം അലാ സയ്യിദിനാ മുഹമ്മദ് വആലിഹി വസഹ്ബിഹി അജ്മഈൻ. സുബ്ഹാന റബ്ബിക റബ്ബിൽ ഇസ്സത്തി അമ്മാ യസിഫൂൻ വസലാമുൻ അലൽ മുർസലീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.